വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്വീറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, പാല് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഐറ്റം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു പോട്ടിലേക്ക് 1.5 ലിറ്റർ പാല്, ഇത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പാലും യൂസ് ചെയ്യാം, ലോങ് ലൈഫ് മിൽക്കും യൂസ് ചെയ്യാം. അത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ ഒരു ലെമണിൻ്റെ ജ്യൂസ് പകുതി ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അപ്പം തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കുമ്പോൾ തന്നെ ഏകദേശമൊക്കെ ഇങ്ങനെ അത് പിരിയാൻ തുടങ്ങും. അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് വീണ്ടും ബാക്കി പകുതി ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊക്കെ പിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം, നന്നായിട്ട് തന്നെ പിരിഞ്ഞ് വരുന്നത് കാണാം. ഇതേ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പിരിഞ്ഞ് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ 3/4 കപ്പ് ഷുഗർ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നായിട്ട് അപ്പം തന്നെ ഇടണമെന്നില്ല, കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ്, നല്ല പശുവിൻ നെയ്യ് തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ പശുവിൻ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സംഭവം റെഡി. ഇത് കണ്ടില്ലേ? ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു മോൾഡിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ കുറച്ച് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു മിശ്രിതം മാറ്റാം. എന്നിട്ട് കുറച്ച് നേരം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ അത് ഡീമോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കരുതിയ പോലെ ആ ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ മിശ്രിതം നന്നായിട്ട് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് എന്താ പറയുക, നന്നായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴത് കറക്റ്റ് അങ്ങനെ ആ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 3 to 4 മണിക്കൂറെങ്കിലും വെക്കണം. അതിൽ കൂടുതലായാൽ അത്രയും നല്ലത്. ഒരു 3-4 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കുക. അടച്ചു വെച്ചാൽ നമുക്ക് എയർ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പം ഞാനിവിടെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 6 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ തന്നെ സംഭവം കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പാച്ചുല, ഒരു കയ്യിൽ യൂസ് ചെയ്തിട്ട് ആ ഒരു അതിൻ്റെ ആ സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ എന്താ, പെട്ടെന്ന് തന്നെ നമുക്കത് ഡീമോൾഡ് ചെയ്യാൻ കഴിയും. കുറേ നേരം കൊട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൊട്ടിയാൽ തന്നെ നമുക്ക് അത് ഡീമോൾഡ് ചെയ്ത് സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ നമ്മുടെ മിൽക്ക് കേക്ക് റെഡി. ഇനി നമുക്കതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് എന്ത് വേണമെങ്കിലും നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ നട്ട്സ്, കാഷ്യൂ നട്ട്സ്, പിസ്ത, അങ്ങനെ പല വെറൈറ്റീസിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് പിസ്താഷ്യൂൻ്റെ ചോപ്പ് ചെയ്തിട്ടുള്ള പിസ്ത ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം പോലെ ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് ഏത് ആകൃതിയിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ബാറ് പോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മൾ ആ സെറ്റ് ചെയ്യാൻ വെക്കുന്നതിൻ്റെ ആ ഒരു ടൈമിങ് ശ്രദ്ധിക്കണം എന്നുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഈസി മിൽക്ക് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കില്ലല്ലോ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ റെസിപ്പീസൊക്കെ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.